ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മനീഷും മേഘയും ഒന്നിച്ചുള്ള ആദ്യകാല ജീവിതത്തിലെ പല സീനുകളും മനീഷിൻ്റെ ഫോണിലുണ്ട്, ഫോട്ടോസും വീഡിയോസും ഒക്കെ. അപ്പോൾ അതൊക്കെ മനീഷ് നോക്കി കാണുകയാണ്. ആ സമയത്താണ് മേഘ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോകുന്നത്. അപ്പം മേഘ കാണുകയാണ് ആ വീഡിയോസൊക്കെ അവൻ വെച്ച് കാണുന്നത്. അപ്പം മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ, ഇതൊന്നും ഇവൻ ഇതുവരെ ഡിലീറ്റ് ചെയ്തില്ലേ? ഇതെങ്ങാനും സിദ്ധു കണ്ടാൽ പിന്നെ അത്ര മതി. അപ്പം അവൻ എന്നെ എത്രയും പെട്ടെന്ന് തന്നെ മനീഷിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അവൻ തന്നെ തയ്യാറായി മുന്നോട്ട് വരും. മനീഷിൻ്റെ അടുത്ത് വന്ന് വിളിക്കുകയാണ്. ആ മനീഷ്, ഒന്നുമില്ല, വീഡിയോ കാണുക. നിനക്കെന്താ ഭ്രാന്താണോ? എൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ ഈ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ചിരിക്കുന്നത്? മേഘ, ഈ വീഡിയോ മാത്രമാണ് എൻ്റെ ഒരേ ഒരു ആശ്വാസം. അതും കൂടി ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രണയിച്ചതിന് പിന്നെ ഒരു ഓർമ്മയും ബാക്കിയുണ്ടാവില്ല. നമ്മൾ സ്നേഹിച്ചത് പോലും ആരും അറിയരുത് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ നീയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ള വീഡിയോസൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം ഫോണിങ്ങിതാ എന്നും പറഞ്ഞ് അവൾ തന്നെ ഫോണെടുത്ത് ഫോണിലെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. മേഘ, പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്, അത് ഡിലീറ്റ് ചെയ്യരുത്. പ്ലീസ് മേഘ അത് ഡിലീറ്റ് ചെയ്യരുത്. അവൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഫോൺ കൊടുത്തു. എന്നിട്ട് പറയാണ്, ഇതേ നോക്ക്, ഇതല്ലാതെ വേറെ ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഡിലീറ്റ് ചെയ്തേക്ക്. നമ്മൾ സ്നേഹിച്ചിരുന്ന കാര്യം ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നോട് ഇങ്ങനെയായിരിക്കില്ല പെരുമാറുന്നത്. മനീഷിന് അറിയില്ലായിരുന്നു അവൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അവൾ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. അവൾ അതും പറഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അനു വന്നിട്ട് പറയാണ്, എന്താ ചന്ദ്രിക, എൻ്റെ കൂടെയല്ലേ സാധാരണ നീ ലഞ്ച് കഴിക്കാറ്, ഇന്നെന്താ എന്നെ വിളിക്കാതിരുന്നേ? ഇപ്പം എന്താ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നേ? അതല്ല, നീ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ വന്നത്. അപ്പോൾ അനു പറയാണ്, എൻ്റെ വീട്ടിൽ എനിക്ക് ആലോചനകൾ നോക്കുന്നുണ്ട്, അതിനെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ നോക്കുന്ന ആലോചനയൊന്നും എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സിദ്ധുവിനെ വിവാഹം കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ചന്ദ്രിക വല്ലതായി. ഞാൻ സിദ്ധുവിനോട് നീ പറഞ്ഞത് പറഞ്ഞു. അതിനദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞത്? ചന്ദ്രിക എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ നിന്റെ സ്നേഹം ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. ചന്ദ്രിക വല്ലാത്തായി. എന്നിട്ട് ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ പറഞ്ഞത്? ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിന്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞോ അദ്ദേഹം? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചന്ദ്രിക ഒരു വിറയലായി. അപ്പോൾ അനു പറയാണ്, സത്യമായിട്ടും ഞാൻ പറയുന്നത് സത്യമാണ്. അദ്ദേഹം എന്നോട് അങ്ങനെയാ പറഞ്ഞേ. നിന്റെ മനസ്സ് മാറില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായും തോന്നും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്തായാലും നീ എനിക്ക് നല്ലത് തന്നെ ചെയ്തത്. ചന്ദ്രിക വീണ്ടും ചോദിക്കുകയാണ്, സത്യമാണോ? സിദ്ധു സാറ് നിന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞോ? അതെ, സത്യമായിട്ടും അതുതന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നോക്കിയ ആലോചന പോലും വേണ്ട എന്ന് പറഞ്ഞത്. എന്തായാലും നീ സിദ്ധു സാറിനോട് ഒരു തവണ കൂടി കൃത്യമായിട്ട് ചോദിച്ചോ? കാരണം എന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ചന്ദ്രിക എന്നെ സ്വീകരിക്കാത്ത സ്ഥിതിക്ക് ഞാൻ ഉറപ്പായിട്ടും നിന്നെ സ്വീകരിക്കാം എന്നാ പറഞ്ഞത്. ആ, സത്യമായിട്ടും അദ്ദേഹം അങ്ങനെ പറഞ്ഞോ? നീ എത്ര തവണ ചോദിച്ചാലും ഒരേ മറുപടി തന്നെയാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞേ. ചന്ദ്രിക അത് കേട്ട് അപ്പം തന്നെ ഭക്ഷണം മതിയാക്കി. അതിനുശേഷം വേസ്റ്റ് കൊടുത്തിട്ട് പോവാണ്. അപ്പോൾ അനു ചോദിക്കുകയാണ്, ചന്ദ്രിക എവിടെ പോവാ? ഞാൻ ക്ലാസ്സിലേക്ക് പോവാ. നിനക്ക് കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്ന് എൻ്റെ കൂടെ പോയാൽ പോരെ? അത് പിന്നെ എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. ചന്ദ്രിക അനുവിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അനു മനസ്സിൽ ചിന്തിക്കുകയാണ്, ചന്ദ്രികയുടെ ടെൻഷൻ കണ്ടിട്ട് ഇവളുടെ മനസ്സിലും സിദ്ധാർത്ഥിനോട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. പിന്നെ കാണിക്കുന്നത് മഹേഷിനെയാണ്. മഹേഷിൻ്റെ അടുത്ത് മേഘ വരികയാണ്. മേഘ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മഹേഷ്, എങ്ങനെയുണ്ട്? എന്താ പറയണ്ടെന്ന് അറിയില്ല മാഡം, ആകെ വെറുപ്പ് തോന്നുന്നു. ആ ദീപ എനിക്കെതിരെ സാക്ഷി പറയുമെന്ന് ഞാൻ വിചാരിച്ചതേയല്ല. മഹേന്ദ്രൻ സാറിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി എന്നെ ചതിച്ചു അവൾ. അവൾക്കിട്ട് ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ വിട്ട് ഓടിപ്പോയി. ചന്ദ്രിക എന്നെ ഡിവോഴ്സും ചെയ്തു. ഡിവോഴ്സായിട്ടല്ലേ ഉള്ളൂ, അതിനിപ്പോൾ എന്താ? എത്രയോ പേര് ഡിവോഴ്സായിട്ടും മനസ്സുകൊണ്ട് ഒരുമിച്ച് ജീവിച്ചിട്ടില്ലേ? മനസ്സ് തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ ഒരു നിയമത്തിനും നിങ്ങളെ പിരിക്കാൻ പറ്റില്ല, മേഘ മഹേഷിനോട് പറയാണ്. നിനക്ക് ചന്ദ്രയുടെ കൂടെ തന്നെ ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നീ വീണ്ടും ചന്ദ്രയെ കണ്ട് മാപ്പ് ചോദിക്കേ.
നീ നല്ലവനായി ജീവിച്ച് അവളുടെ മനസ്സിൽ ഒരു സ്ഥാനം നൽകുക. മലരിന് നിന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറ്. നീ ഇല്ലെങ്കിൽ മലര് വിഷമിക്കണം. ആ രീതിയിൽ നീ മലരുമായിട്ട് അടുത്ത് അവളുടെ മനസ്സ് കീഴടക്കണം. എത്രയും വേഗത്തിൽ നീ ചന്ദ്രികയുടെ മനസ്സ് മാറ്റി അവളുമായി ഒരുമിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ചന്ദ്രികയ്ക്ക് എൻ്റെ അച്ഛൻ വേറെ വിവാഹം നോക്കാൻ സാധ്യതയുണ്ട്. അത് കേട്ട് മഹേഷ് വല്ലാതായി. എന്താ മേഡം ഈ പറയുന്നത്? ചന്ദ്രികയ്ക്ക് നീ വീണ്ടും രണ്ടാം കല്യാണമാണോ? അല്ലാതെ പിന്നെ ചന്ദ്രികയ്ക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുത്തത് തന്നെ അവളെ മറ്റൊരു വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. ഇല്ല മേഡം, അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തേയില്ല. നീ ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്യാതെ. അതുകൊണ്ട് നിനക്ക് മാത്രമായിരിക്കും പ്രശ്നം. അതുകൊണ്ട് തന്നെ നീ ചന്ദ്രികയോടും മലരിനോടും നല്ല സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറ്. ദീപയെ ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നിനക്കും മലരിനും മാത്രമായി ഞാൻ ജീവിക്കുകയാണ് എന്നൊക്കെ പറ. അവളെ വിശ്വസിപ്പിക്കുക നീ. എന്നിട്ട് അവളുടെ മനസ്സിൽ ഒരു ഇടം നേട്. ഇപ്പോൾ അവൾക്ക് നിന്നോട് ദേഷ്യമുണ്ടെങ്കിലും എന്നെങ്കിലും ഒരു സമയത്ത് അവളുടെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട്. ശരി മഹേഷ്, എനിക്ക് പോകാൻ സമയമായി. ഞാൻ പോവാ. ശരി മേഡം. മേഡം, ഒരു മിനിറ്റ്. ഞാൻ ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ചെലവിനായി എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. മേഡത്തിന് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്. എന്ന് പറഞ്ഞ് അവൾ വണ്ടിയിലേക്ക് പോവാണ്. മേഘ വണ്ടിയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവന് കൊണ്ടു കൊടുത്തു. എന്നിട്ട് പറയാണ്, താങ്ക്സ് മേഡം. മേഡം എന്നെ ഈ ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെ സഹായിക്കുന്നത് മേഡമാണ്. മേഡത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ മേഡം പറയാണ്, എനിക്ക് നന്നായിട്ടറിയാം മഹേഷ്, നീ എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന്. ആവശ്യം വരുമ്പം ഞാൻ നിന്നോട് പറയാം. പക്ഷേ ഞാൻ പറയുന്നത് എതിർക്കാതെ നീ ചെയ്യണം. ശരി മേഡം. മേഡം പറയുന്നത് ഞാൻ ഉറപ്പായും ചെയ്യും. ശരി, എന്നാൽ ഞാൻ പോട്ടെ. പിന്നെ മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ സാറ് ന്യൂസ് പേപ്പറൊക്കെ മറിച്ച് നോക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി നല്ല സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതുവഴി ചന്ദ്രിക പോകുന്നത് കണ്ടപ്പോൾ വിളിക്കുകയാണ് ലക്ഷ്മി. ചന്ദ്രിക ചിരിച്ചുകൊണ്ട് അവരെ നോക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ചന്ദ്രികയെ ഇവിടെ വാ. നീ എവിടെ പോയിട്ട് വരിക? ഞാൻ മാർക്കറ്റിൽ പോയതാ അമ്മേ. എങ്ങനെയാണ് പോയത്? ഞാൻ സൈക്കിളിലാമ്മേ പോയത്. സൈക്കിളിൽ പോകരുത് എന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നോട് പറഞ്ഞാൽ ഡ്രൈവറോട് പറഞ്ഞിട്ട് നിന്നെ കാറിൽ കൊണ്ടുവിടുമായിരുന്നല്ലോ. ചന്ദ്രിക അത്ഭുതപ്പെടുകയാണ്. അയ്യോ, എന്താമ്മേ പുതിയ ശീലമൊക്കെ? ഞാൻ എപ്പോഴും സൈക്കിളിൽ തന്നെയല്ലേ പോകാറ്. അപ്പോൾ മഹേന്ദ്ര സാറ്, അല്ല, ഇനി മുതൽ നീ സൈക്കിളിൽ എങ്ങോട്ടും പോകണ്ട. നീ കാറിൽ തന്നെ പോയാൽ മതി. എന്താ സാർ ഇത്? വരെ രണ്ടുപേർക്കും ഇപ്പോൾ നല്ല വാശിയാണല്ലോ. എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണോ സാർ? സൈക്കിളിൽ പോയിട്ട് വരുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് സാർ. കാറിലൊക്കെ പോകാൻ തുടങ്ങിയാലേ ഞാൻ വലിയ മടിച്ചായി പോവും. അത് കേട്ട് അച്ഛനും അമ്മയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ് വീണ്ടും, പുറത്ത് വെയിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്. എത്ര വലിയ വെയിലാണെങ്കിലും അതെനിക്ക് പ്രശ്നമേ അല്ല. എന്നെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ടെൻഷൻ ആവണ്ട. അത് പറഞ്ഞ് ചന്ദ്രിക തിരിച്ചു പോവുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ സാർ വിളിക്കുകയാണ്, ചന്ദ്രികയെ. പറയണ സാർ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ ഉണ്ടാക്കി തരാമോ? അതിനെന്താ സാർ, ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവരാം. അങ്ങനെ ചന്ദ്രിക ചായ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടാണുള്ളത്. ആ സമയത്താണ് ചന്ദ്രികയ്ക്ക് ഒരു കോൾ വരുന്നത്. അനുവാണ് വിളിക്കുന്നത്. ചന്ദ്രികയെ. എന്താ അനു, പറയാനോ? ചന്ദ്രിക, നിന്റെ തീരുമാനം എന്തെങ്കിലും മാറിയോ? നീ എന്തിനെക്കുറിച്ചാണ് അനു ചോദിക്കുന്നേ? ഞാൻ ഇന്നലെ കോളേജിൽ വെച്ച് പറഞ്ഞില്ലേ, നീ സിദ്ധാർത്ഥിനെ സ്വീകരിച്ചില്ലെങ്കിൽ അദ്ദേഹം എന്നെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ കാര്യം. നിന്റെ തീരുമാനം എന്തെന്നാ ചോദിച്ചേ? നീ സിദ്ധാർത്ഥിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്നോട് പറയ്. നീ സ്വീകരിക്കുന്നെങ്കിൽ ഞാൻ സിദ്ധാർത്ഥിനോട് പറയാം. എങ്കിൽ എൻ്റെ റൂട്ട് ക്ലിയർ ആവുമല്ലോ. ഞാൻ സിദ്ധുവിനോട് സംസാരിക്കട്ടെ. ശരി ചന്ദ്രികെ. നാളെ വരെ നിനക്ക് സമയമുണ്ട്. നീ നന്നായിട്ട് ആലോചിച്ചിട്ടൊരു മറുപടി പറ. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അനുവിനോട് സംസാരിച്ചപ്പോൾ അവൾക്ക് എന്തോ ഒരു വല്ലാത്ത വിഷമം തോന്നി. അപ്പോൾ ഗ്യാസിൽ വെച്ച് ചായയൊക്കെ തിളച്ച് മറിയാണ്. അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അവിടെയൊക്കെ തുടച്ചതിന് ശേഷം ചായ ഒഴിച്ച് രണ്ടുപേർക്കും കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ ചായ കൊണ്ടുപോയി കൊടുക്കുകയാണ് രണ്ടുപേർക്കും. ഇതാ ഏട്ടാ എന്ന് പറഞ്ഞ് ലക്ഷ്മി തന്നെ എടുത്തിട്ട് മഹേന്ദ്ര സാറിന് കൊടുക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാറ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രിക പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ മഹേന്ദ്ര സാർ വിളിക്കുകയാണ്, ചന്ദ്രികയെ. എന്താ സാർ, ഞാൻ നിന്നോട് ചായയല്ലേ ചോദിച്ചത്? നീ എന്താ കോഫി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നേ? അയ്യോ സോറി സാർ, എന്തോ ഓർമ്മയിൽ മാറിപ്പോയതാ. സാറില്ല മോളെ, അതിങ്ങ് തരണം സാർ. ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം. അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ്, സാറില്ല ചന്ദ്രികയെ, ഞങ്ങൾ കോഫി തന്നെ കുടിച്ചോളാം.
ചന്ദ്രിക അതിന് ശേഷം എന്തോ ആലോചനയാണ്. അപ്പോൾ ലക്ഷ്മി അമ്മ ഒന്ന് ചന്ദ്രികയെ തന്നെ നോക്കിയതിന് ശേഷം പറയാണ്, സാറില്ല ചന്ദ്രികയെ, നീ പോയിക്കോ. അത് കണ്ടിട്ടെന്നോണം മഹേന്ദ്ര സാറ് പറയാണ്, ചന്ദ്രിക വല്ലാതിരിക്കുന്നല്ലോ ലക്ഷ്മി. ആ അതെ ഏട്ടാ, ഞാനും അവളെ ശ്രദ്ധിച്ചു. അവള് വേറെ എന്തോ വിഷമത്തിലാ. ചോദിച്ചാലും പറയില്ല. അവൾ തന്നെ നമ്മളോട് പറയുമോ നോക്കാം. പിന്നെ ചന്ദ്രിക എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രിക അനു പറഞ്ഞ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ചന്ദ്രിക എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിക്കാമെന്ന് സിദ്ധു പറഞ്ഞു. അതാണ് ഓർക്കുന്നത്. ചന്ദ്രിക ഓഫീസിലാണെന്നുള്ള കാര്യം പോലും മറന്നു. അപ്പോൾ അടുത്തുള്ള ഒരു കൂട്ടുകാരി വിളിക്കുകയാണ് ചന്ദ്രികയെ. അവൾ 2 തവണ വിളിച്ചു, എന്നിട്ടും ചന്ദ്രിക അനങ്ങുന്നില്ല. അതിനുശേഷം അവൾ എണീറ്റ് പോയിട്ട് വിളിക്കുകയാണ്. അവൾ പോയി വീണ്ടും വീണ്ടും വിളിച്ചപ്പോഴാണ് ചന്ദ്രിക അറിയുന്നത്. അപ്പോൾ അവൾ പറയാണ്, എന്താ ചന്ദ്രികയെ, നല്ല എന്തോ ആലോചനയിലാണല്ലോ. അതെ. അങ്ങനെ എന്താലോചനയാ? അങ്ങനെയൊന്നുമില്ല. അല്ല, നീ എന്തോ കൺഫ്യൂഷനാണെന്ന് തോന്നുന്നു. കൺഫ്യൂഷനൊന്നുമില്ല. എന്നാ ചെറുതായിട്ടുണ്ട്. എന്തോ സീക്രട്ട് ഉണ്ട്. പക്ഷേ നീ എന്നോടത് പറയാതിരിക്കുകയാണ്. ശരി, ആ ഫയലിങ് എടുത്തതാ. ഗീത അതും വാങ്ങിച്ചിട്ട് പോയി. അതിനുശേഷം ചന്ദ്രിക ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്റ്റാഫ് വന്ന് പറയുന്നത്, ചന്ദ്രിക, സിദ്ധാർത്ഥ് സാറ് ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. ചന്ദ്രിക അപ്പം തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, സിദ്ധു സാർ വരാൻ പറഞ്ഞെന്നോ? എന്തായിരിക്കും അദ്ദേഹം വിളിപ്പിച്ചത്? ചിലപ്പോൾ അനുവിൻ്റെ കാര്യം പറയാനായിരിക്കുമോ? അപ്പോൾ ഗീത ചന്ദ്രിക തന്നെ ശ്രദ്ധിക്കുകയാണ്. അവൾ എണീക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗീത വിളിക്കുകയാണ്, ഏയ് ചന്ദ്രികയെ, സിദ്ധാർത്ഥ് സാറ് പോകാൻ വേണ്ടി പറഞ്ഞത് കേട്ടില്ലേ? എന്നിട്ട് നീ ഇവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ചെന്ന് എന്താന്ന് ചോദിക്ക്. ഇതാ പോവോ ഗീതേ. ചന്ദ്രിക പിന്നെ ഒരു പാവ കണക്കെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോവാണ്. വരൂ ചന്ദ്രികയെ, ഇരിക്കൂ, സിദ്ധു പറയാം. ചന്ദ്രികയെ പ്ലീസ് ഇരിക്കേ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രിക വീണ്ടും എന്തോ ആലോചനയിലാണ്. ആ സമയത്ത് മേഘ നോക്കുകയാണ്. സിദ്ധു ചോദിക്കുകയാണ്, ഡിസൈൻസ് ഒക്കെ വരച്ചു കഴിഞ്ഞോ? ചന്ദ്രിക എന്തോ ആലോചനയാണ്. വീണ്ടും സിദ്ധു ചോദിക്കുകയാണ്, ഹേയ് ചന്ദ്രികയെ, ഞാൻ തന്നോട് ചോദിച്ചത് ഡിസൈൻസ് ഒക്കെ വരച്ചു കഴിഞ്ഞോ? വീണ്ടും ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ സാർ ചോദിച്ചത്? മേഘ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് അപ്പുറത്തുനിന്ന്. ഡിസൈൻസ് എല്ലാം വരച്ച് തീർന്നോന്ന്. സോറി സാർ. ചെയ്തു തീർത്തു സാർ. എന്ത് പറ്റി ചന്ദ്രികയെ, എന്താ ഇങ്ങനെ നെർവസ് ആയിരിക്കുന്നേ? ചന്ദ്രികയെ, അറിയോ? ഇല്ല സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലല്ലോ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. എന്താ, വർക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സാർ. ഓക്കെ. പിന്നെ ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യത്തിനാണ് തന്നോട് ഞാൻ വരാൻ പറഞ്ഞത്. ബോംബെയിൽ നിന്നും ഒരു ക്ലയൻറ്റ് നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് തന്നിരിക്കുക. ഈ പ്രൊജക്റ്റിന് ചന്ദ്രിക വേണം ഡിസൈൻസ് വർക്ക് ചെയ്യാൻ. ഗീതയൊന്നും ഉണ്ടാവില്ല കേട്ടോ, നീ ഒറ്റയ്ക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ മേഘ കേൾക്കുന്നുണ്ട്. ഗീതയ്ക്ക് ഞാൻ മറ്റൊരു പ്രൊജക്റ്റ് കൊടുക്കുന്നുണ്ട്. അതവൾക്ക് ഞാൻ കൊടുക്കും. ഡെലിബറേറ്റായി നീ ഒറ്റയ്ക്കാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ സാർ. ഓക്കെ. ഇതൊക്കെ കേട്ട് മേഘ ചോദിക്കുകയാണ്, എന്താ സിദ്ധാർത്ഥ്, ചന്ദ്രിക വെച്ച് നീ തമാശ കളിക്കാണോ? മുംബൈയിലെ ക്ലയൻസ് എങ്ങനെയുള്ളവരാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ഡിസൈൻസിൽ ചെറിയ ഫ്ലോ ഉണ്ടെങ്കിൽ പോലും ടോട്ടൽ പ്രോജക്റ്റ് തന്നെ ക്യാൻസൽ ചെയ്ത് കളയും. ചന്ദ്രിക ഇപ്പോൾ ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ, ഇവൾക്ക് നീ ഇത്രയും വലിയ പ്രോജക്റ്റ് കൊടുക്കുന്നത്? അവൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഈ ക്ലയൻറ്റ് വേറെ കമ്പനിയിലേക്ക് പോകും. ഈ പ്രൊജക്റ്റ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തോളാം, മേഘ പറയാം. ഇല്ല മേഘ, ഈ പ്രൊജക്റ്റ് നിനക്ക് സെറ്റാവില്ല. ഈ പ്രൊജക്റ്റ് ചന്ദ്രികയെ കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് കേട്ട് മേഘ പറയാണ്, എനിക്ക് ചന്ദ്രികയിൽ അത്ര വിശ്വാസമില്ല. ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും. ഞാൻ തന്നെ ഇത് ചെയ്തോളാം. അച്ഛനോട് വേണമെങ്കിൽ ഞാൻ സംസാരിച്ചോളാം. അപ്പോൾ അതൊക്കെ കേട്ടതിന് ശേഷം ചന്ദ്രിക പറയാണ്, സാർ, ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. മേഘ തന്നെ ഈ പ്രൊജക്റ്റ് ചെയ്യട്ടെ സാർ. എന്താ ചന്ദ്രിക ഇത്? നീ മുമ്പ് വരച്ച ഡിസൈൻസൊക്കെ ഈ ക്ലയൻസ് കണ്ടിട്ടുണ്ട്. അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടതുമാണ്. അതുകൊണ്ടാണ് ചന്ദ്രികയെ ഈ പ്രൊജക്റ്റ് നിന്നോട് തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ശരി സാർ. പിന്നെ സിദ്ധു വിളിക്കാണ്, മേഘ, നീയും ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല. ധൈര്യമായി വർക്ക് ചെയ്തോളൂ. അതിൻ്റെ കൂടെ ചന്ദ്രികയും വർക്ക് ചെയ്തോട്ടെ. 2 പേരും പ്രസൻറ്റ് ചെയ്യും. ഏത് ഡിസൈൻസാണോ ക്ലയൻറ്റിന് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തിനാ സിദ്ധു ഒരു പ്രൊജക്റ്റ് 2 പേര് വർക്ക് ചെയ്യുന്നത്? മേഘ ചോദിക്കുക. ഞാൻ മാത്രം ഡിസൈൻ ചെയ്താൽ മതി. നിങ്ങൾ 2 പേരും ഡിസൈൻ ചെയ്യണം. ചന്ദ്രികയും ഡിസൈൻ ചെയ്യണം, നീയും ഡിസൈൻ ചെയ്യണം. ഇതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിക്കോട്ടെ.
ആരുടെ ഡിസൈൻസ് ആണോ കൂടുതൽ ക്ലയൻറ്റ് ഇഷ്ടപ്പെടുന്നത് അവർക്ക് അഡ്വർടൈസ് ഉണ്ടാവും. എന്താ മേഘ, ഈ കോമ്പറ്റീഷന് നീ റെഡിയല്ലേ? ഞാൻ ചന്ദ്രികയോട് മത്സരിക്കാനോ? ഇത് ഞാൻ ചാലഞ്ചായിട്ട് എടുത്തോളാം. ഓൾ ദ ബെസ്റ്റ് ചന്ദ്രികയെ. നിനക്കും ഓൾ ദ ബെസ്റ്റ്. ശരി സാർ, ഇറങ്ങട്ടെ സാർ. പോയിട്ട് വാ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. എന്താ ചന്ദ്രികയെ, സമയം 10 വീട്ടിലേക്കൊന്നും പോകുന്നില്ലേ? ഇല്ല മേഘ, സാറ് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ ഡിസൈൻസൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ മേഘ എന്തോ തിരിമറി നടത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റാഫ് വന്നിട്ട് പറയാണ്, മാഡം ക്ലയൻസൊക്കെ വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥ് സാറ് മേഘ മാഡത്തിനോടും ചന്ദ്രികയോടും വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നീ പോയിക്കോ. അപ്പോഴാണ് മേഘ ചന്ദ്രികയോട് പറയുന്നത്, ചന്ദ്രിക, മലരും പ്രിയയും പഠിക്കുന്ന സ്കൂളിൽ ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന്. എന്താ മേഘ ഈ പറയുന്നത്? എന്തായാലും നീ പോയി അവളെ കൂട്ടിക്കൊണ്ട് വാ. അയ്യോ എന്ന് പറഞ്ഞ് ചന്ദ്രിക ഓടുകയാണ്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.